നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞോ? നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പെട്ടെന്നൊരു ദിവ്യജ്ഞാനം ലഭിച്ചിരിക്കുകയാണ്. ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയും കാണിക്ക വെട്ടിപ്പും സ്പോൺസർഷിപ്പ് അഴിമതിയും ഒക്കെ കാരണം ബോർഡിനുണ്ടായ ആ ഒരു വലിയ നാണക്കേടുണ്ടല്ലോ, അതങ്ങോട്ട് കഴുകി വെളുപ്പിക്കാൻ പോവുകയാണ് ഇവർ. ഇതിനായി ഇവർ പുതിയ മാസ്റ്റർ പ്ലാൻ തന്നെ ഇറക്കിയിട്ടുണ്ട്. ലളിതമായി പറഞ്ഞാൽ ഇതാണ്: മുൻ പ്രസിഡന്റുമാര് വരെ ശബരിമല പ്രതിപട്ടികയിൽ കയറി നിരങ്ങുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ഇതൊക്കെ മറക്കാൻ പുതിയ എന്തെങ്കിലും സംഭവം ഇറക്കേണ്ടേ? അതിനാണ് ഈ പുതിയ സുതാര്യതാ നാടകം. ശബരിമലയിലെ സ്പോൺസർഷിപ്പുകളിൽ ഇനി മുതൽ സുതാര്യത ഉറപ്പാക്കുമത്രേ. കൂടെ തീർത്ഥാടനത്തിന് മാത്രമായി ഒരു പ്രത്യേക ബജറ്റും. കേൾക്കുമ്പോൾ ഭയങ്കര പ്രൊഫഷണൽ ആണെന്ന് തോന്നും, പക്ഷെ ഇതിന്റെ ഉള്ളുകളി ഭക്തർക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. ഇതിന് നമുക്ക് വേണമെങ്കിൽ ഓപ്പറേഷൻ വൈറ്റ് വാഷ് എന്ന് വിളിക്കാം. ആദ്യം തന്നെ ഈ സ്പോൺസർഷിപ്പ് സുതാര്യതയെ കുറിച്ച് പറയാം. ഇത്രയും കാലം അവിടെ നടന്നത് എന്തായിരുന്നു എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മറ്റും കാലത്ത് സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞു വന്നതൊക്കെ എങ്ങോട്ടാണ് പോയതെന്ന് ആർക്കും ഇപ്പോഴും അറിയില്ല. ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ സാർ പറയുകയാണ്, ഇനി ഇടനിലക്കാരുണ്ടാവില്ല, ഞങ്ങൾ ലിസ്റ്റ് ഇടും, നിങ്ങൾ കാശ് തന്നാൽ മതിയെന്ന്. അതായത് അഴിമതി ഇനി ഡിജിറ്റലായും ഒഫീഷ്യലായും നടത്താമെന്നാണോ ഇതിന്റെ അർത്ഥം? ഇത്രയും കാലം അൺപ്രൊഫഷണലായി ചെയ്തത് കൊണ്ടാണല്ലോ എല്ലാവരും അകത്തായത്. ഇനി മുതൽ അത് സിസ്റ്റമാറ്റിക് ആയി ചെയ്യുമെന്ന് ചുരുക്കം. ഭക്തർക്ക് ഇതിലൊക്കെ വലിയ വിശ്വാസമാണല്ലോ. ശബരിമലയിലെ സ്വർണം കാണാതായപ്പോൾ അത് ഉരുകിപ്പോയി എന്ന് ശാസ്ത്രീയമായി വിശദീകരിച്ചവരാണ് ഇപ്പോൾ സുതാര്യതയെ കുറിച്ച് ക്ലാസ് എടുക്കുന്നത്. ഇനി ഇതിലും വലിയ തമാശ വേറെ എവിടെ കിട്ടും? അടുത്ത ഐറ്റം പ്രത്യേക ബജറ്റാണ്. ശബരിമലയ്ക്ക് മാത്രമായ ഒരു ബജറ്റ് കേൾക്കുമ്പോൾ എന്തോ വലിയ വികസനം വരാൻ പോകുന്നു എന്ന് തോന്നും. പക്ഷേ സത്യം എന്താണ്? കേരളത്തിന്റെ ഖജനാവ് കാലിയായിരിക്കുമ്പോൾ അയ്യപ്പന്റെ കാണിക്ക പണം എങ്ങനെയൊക്കെ വകമാറ്റാമെന്ന് പ്ലാൻ ചെയ്യാൻ ഒരു ബജറ്റ് ഉണ്ടെങ്കിൽ എളുപ്പമായിരിക്കുമല്ലോ. വരുമാനത്തിലെ ചോർച്ച തടയാനാണത്രേ ഈ ബജറ്റ്. പണ്ട് കാണിക്ക എണ്ണുമ്പോൾ CCTV ഓഫ് ആയതും സ്വർണത്തിൽ ചെമ്പ് കലർന്നതും ഒക്കെ ഈ ബജറ്റിൽ ഉൾപ്പെടുത്തുമോ ആവോ? പിണറായി സർക്കാരിന്റെ നവോത്ഥാന പരീക്ഷണങ്ങൾ ശബരിമലയിൽ പാളിപ്പോയതാണ്. അതുകൊണ്ട് ഇപ്പോൾ സാമ്പത്തികമായി എങ്ങനെയൊക്കെ ശബരിമലയെ പിഴിയാം എന്നതിലാണ് അവർ ഗവേഷണം നടത്തുന്നത്. ഇനി ടെൻഡർ നടപടികളിലെ ആ വിപ്ലവം ഒന്ന് നോക്കാം. ലേലത്തിൽ പഴയ കുത്തകക്കാരെ മാറ്റി പുതിയ സിസ്റ്റം കൊണ്ടുവരുമെത്രേ. സുതാര്യത ഉറപ്പാക്കാനാണ് പുറമേ പറയുമ്പോഴും ഉള്ളിലിരിപ്പ് വേറെയാണ്. പഴയ ആൾക്കാരെ മാറ്റി സർക്കാരിനും ബോർഡിനും വേണ്ടപ്പെട്ട പുതിയ ആൾക്കാർക്ക് വഴി തുറന്നു കൊടുക്കാനുള്ള തന്ത്രപരമായ നീക്കമാണിത്. ലേലത്തുക കൂട്ടിയാൽ അതിന്റെ ഭാരം മൊത്തം ചുമക്കേണ്ടി വരുന്നത് പാവം അയ്യപ്പ ഭക്തരാണ്. ഒരു ചായക്കും മറ്റും പൊള്ളുന്ന വില വാങ്ങുന്ന കടക്കാരെ നിയന്ത്രിക്കാനല്ല ഈ മാറ്റം, മറിച്ച് ബോർഡിന് കിട്ടുന്ന വിഹിതം എങ്ങനെ കൂട്ടാമെന്ന് മാത്രമാണ് ഇവരുടെ ചിന്ത. മറ്റൊരു വലിയ തമാശ ശുചിത്വമാണ്. തൂത്തുവാരലിനപ്പുറം ശുചിത്വം വേണമെന്നാണ് ജയകുമാർ സാർ പറയുന്നത്. അയ്യപ്പന്റെ കാശ് തൂത്തുവാരി കൊണ്ടുപോകുന്ന കാര്യത്തിൽ കാണിക്കുന്ന ആവേശം വൃത്തിയാക്കുന്ന കാര്യത്തിൽ ഇവർ കാണിക്കുമോ? പമ്പയിലെ അഴുക്കും സന്നിധാനത്തെ അസൗകര്യങ്ങളും മാറ്റാൻ ഇതുവരെ സാധിക്കാത്തവർ ഇപ്പോൾ ശുചിത്വത്തെ കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ പണ്ട് ശബരിമലയിൽ അശുദ്ധി ഉണ്ടാക്കാൻ നടന്നവരെ കൂടി ഒന്ന് ഓർത്തു പോവുകയാണ്. ഒരു കാര്യം കൂടെ, അഡ്വാൻസ് കൊടുക്കുന്നത് നിർത്താൻ പോവുകയാണത്രേ. പണ്ട് ഓരോ കാര്യത്തിനും വാരിക്കോരി അഡ്വാൻസ് കൊടുത്ത് ശീലിച്ചവർക്ക് ഇത് കേൾക്കുമ്പോൾ നെഞ്ചുവേദന എടുക്കുന്നുണ്ടാവും. പ്രൊഫഷണൽ ആകാൻ പോവുകയാണത്രേ. ഈ പ്രൊഫഷണലിസം ഭക്തർക്ക് നൽകുന്ന സൗകര്യങ്ങളിൽ കൂടി കാണിക്കണം. വെറും ബജറ്റ് പ്രസംഗം കൊണ്ട് സ്വർണ്ണ കവർച്ചയുടെ കറ മായുകയില്ല. എത്ര തന്നെ പുതിയ നാടകങ്ങൾ ഇറക്കിയാലും ആളുകൾക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. അയ്യപ്പൻ എല്ലാം കാണുന്നുണ്ടെന്ന് പറയുന്നത് വെറുതെയല്ല. സർക്കാരും ബോർഡും ചേർന്ന് നടത്തുന്ന ഈ കോർപ്പറേറ്റ് കളി ശബരിമലയുടെ പവിത്രത തകർക്കാനേ ഉപകരിക്കും. നാടകം തുടരട്ടെ, പക്ഷേ കാണികളെല്ലാം കാണുന്നുണ്ടെന്നും സമയം വരുമ്പോൾ അയ്യപ്പൻ തന്നെ ഇതിനെല്ലാം മറുപടി നൽകുമെന്നും ഓർക്കുന്നത് നന്ന്. ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയും വെട്ടിപ്പും ഒക്കെ നാണക്കേടായപ്പോൾ അത് മായ്ച്ചു കളയാൻ ദേവസ്വം ബോർഡ് ഇറക്കിയ പുതിയ നാടകത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പക്ഷെ ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ ബുദ്ധി കേന്ദ്രം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ അണികളുമാണെന്ന് പറയാതെ വയ്യ. സത്യത്തിൽ ഭക്തരുടെ കണ്ണിൽ പൊടിയിടാൻ ഇങ്ങനെയൊരു നാടകം കളിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? പണ്ട് ശബരിമലയിൽ നവോത്ഥാനം കൊണ്ടുവരാൻ പോലീസിനെ ഉപയോഗിച്ച് ഭക്തരെ തല്ലിച്ചതച്ച പിണറായി സർക്കാരിന്റെ മുഖം ആരും മറന്നിട്ടില്ല. ആ പരീക്ഷണങ്ങൾ അമ്പേ പാളിപ്പോയപ്പോൾ ഇപ്പോൾ ശബരിമലയെ ഒരു ലാഭകരമായ ബിസിനസ്സായി കാണാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഖജനാവ് കാലിയായപ്പോൾ അയ്യപ്പന്റെ കാണിക്ക പണത്തിൽ കണ്ണുവെച്ച് നടത്തുന്ന ഈ ബജറ്റ് നാടകം ആരെ പറ്റിക്കാനാണ്? കുത്തക ഒഴിവാക്കുമെന്ന പേരിൽ കൊണ്ടുവരുന്ന പുതിയ ടെൻഡർ രീതികൾ സത്യത്തിൽ ആർക്ക് വേണ്ടിയാണ്? പഴയ കരാറുകാരെ മാറ്റി സ്വന്തം പാർട്ടിക്കാരെയും വേണ്ടപ്പെട്ടവരെയും ശബരിമലയിലെ കച്ചവടങ്ങൾ ഏൽപ്പിക്കാനുള്ള ഒരു സ്ലോട്ട് ഉണ്ടാക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? സുതാര്യത എന്ന് പറയുന്നത് വെറും പുറംമൂടി മാത്രമാണ്.
മുൻ ദേവസ്വം പ്രസിഡന്റുമാർ സ്വർണ്ണക്കൊള്ളയിൽ പ്രതികളായിട്ടും അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ പിണറായി സർക്കാർ മടിക്കുന്നത് എന്തുകൊണ്ടാണ്? സ്വന്തം പാർട്ടിക്കാരെയും ഇടത് സഹയാത്രികരെയും സംരക്ഷിക്കാൻ വേണ്ടി ഇപ്പോൾ ബോർഡിനെ കൊണ്ട് ഇങ്ങനെയൊരു വെളുപ്പിക്കൽ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് പിണറായി സർക്കാർ. ഇത് ആർക്കാണ് മനസ്സിലാവാത്തത്? ശബരിമലയെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി മാത്രം കാണുന്ന ഈ സർക്കാർ അവിടുത്തെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും എന്നും പുച്ഛത്തോടെയാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ പ്രൊഫഷണലിസം എന്ന് പറയുന്ന ഈ മാറ്റങ്ങൾ ഭക്തർക്ക് വേണ്ടിയല്ല, മറിച്ച് ശബരിമലയിലെ പണം എങ്ങനെ വകമാറ്റാം എന്നതിന് നിയമപരമായ വഴി കണ്ടെത്താനാണ് മുഖ്യമന്ത്രി. ഭക്തരുടെ പ്രതീക്ഷകൾ ആനടിച്ചപ്പോൾ നിങ്ങൾ പുറകോട്ട് പോയ ചരിത്രം മറക്കരുത്. സ്പോൺസർഷിപ്പിന്റെ പേരിൽ ലിസ്റ്റ് ഇട്ടാലും ബജറ്റ് അവതരിപ്പിച്ചാലും അയ്യപ്പന്റെ പണം കവർന്നവരോട് ഭക്തർ ഒരിക്കലും ക്ഷമിക്കില്ല. നിങ്ങൾക്ക് നാണമുണ്ടോ അധികാരത്തിലിരുന്ന് ഒരു പുണ്യ സങ്കേതത്തെ ഇങ്ങനെ കച്ചവട ചരക്കാക്കാൻ? ദേവസ്വം ബോർഡിന്റെ പുതിയ പരിഷ്കാരങ്ങൾ കേട്ടാൽ തോന്നും ഇവർ നാളെ മുതൽ ശബരിമലയെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയാക്കി മാറ്റുമെന്ന്. സത്യത്തിൽ ഇത്രയും കാലം അവിടെ നടന്ന അൺപ്രൊഫഷണൽ കള്ളത്തരങ്ങൾ ഇനി മുതൽ നല്ല സിസ്റ്റമാറ്റിക് ആയി ചെയ്യാനുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം അല്ലേ ഈ പുതിയ ബജറ്റും സ്പോൺസർഷിപ്പും? ബോർഡ് പറയുന്നു ഇനി മുതൽ അഡ്വാൻസ് കൊടുക്കില്ലെന്ന്. പണ്ട് വാരിക്കോരി അഡ്വാൻസ് വാങ്ങി മുങ്ങിയവർ ഇപ്പോൾ എവിടെയാണെന്ന് ബോർഡിന് വല്ല നിശ്ചയമുണ്ടോ? അഴിമതി ഇത്രയും കാലം ലോക്കലായി ചെയ്തത് കൊണ്ടാണ് പിടിക്കപ്പെട്ടത്. ഇനി അത് ഗ്ലോബൽ നിലവാരത്തിൽ ചെയ്യാൻ ഒരുങ്ങുകയാണോ ഈ പ്രൊഫഷണലിസം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സ്വർണ്ണ കവർച്ചയിൽ മുൻ പ്രസിഡന്റുമാർ വരെ പ്രതികളായി നിൽക്കുമ്പോൾ ആ നാണക്കേട് മാറ്റാൻ സ്പോൺസർഷിപ്പ് ലിസ്റ്റ് ഇടുന്നത് എന്തിനാണ്? ഭക്തർ തരുന്ന സ്വർണം ഉരുകിപ്പോയി എന്ന് പറയുന്ന ഇവർ ഇനി സ്പോൺസർമാർ തരുന്ന സാധനങ്ങൾ ആവിയായി പോയി എന്ന് പറയില്ലെന്ന് എന്താണ് ഉറപ്പ്? ശബരിമലയ്ക്ക് മാത്രമായി ഒരു ബജറ്റ്, പണം എങ്ങോട്ട് ഒഴുകുന്നു എന്ന് കണ്ടുപിടിക്കാനാണത്രേ. ഭക്തർ തരുന്ന കാണിക്ക എണ്ണുമ്പോൾ CCTV ഓഫ് ആക്കുന്ന മാന്ത്രിക വിദ്യ ഈ ബജറ്റിലൂടെ മാറുമോ? അതോ ബജറ്റിൽ CCTV ഓഫ് ചെയ്യാനുള്ള ചിലവെന്ന് പ്രത്യേകം വകയിരുത്തുമോ? പഴയ കരാറുകാരെ മാറ്റുന്നത് സുതാര്യതയ്ക്കല്ല, മറിച്ച് പുതിയ കമ്മീഷൻ ഉറപ്പാക്കാനാണെന്ന് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. ഭക്തർക്ക് കുറഞ്ഞ നിരക്കിൽ അപ്പവും അരവണയും കൊടുക്കുന്നതിലല്ല ബോർഡിന്റെ ശ്രദ്ധ, മറിച്ച് ലേലത്തുക എങ്ങനെ കൂട്ടി ഖജനാവ് നിറയ്ക്കാം എന്നതിലാണ്. തൂത്തുവാരലിനപ്പുറം ശുചിത്വം വേണമെന്നാണ് ജയകുമാർ സാർ പറയുന്നത്. അയ്യപ്പന്റെ പണം തൂത്തുവാരി കൊണ്ടുപോകുന്ന കാര്യത്തിൽ കാണിക്കുന്ന ആവേശം സന്നിധാനത്തെ അഴുക്ക് മാറ്റാൻ ഇവർക്ക് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പമ്പയിലെ അഴുക്ക് മാറ്റാൻ കോടികൾ എഴുതിയെടുക്കുന്നവൻ ഇപ്പോൾ ശുചിത്വത്തെ കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ ചിരി വരും. നാണമില്ലേ ദേവസ്വം ബോർഡ് നിങ്ങൾക്ക്? അയ്യപ്പന്റെ ഭക്തർ നൽകുന്ന ഓരോ പൈസയും എങ്ങനെ അടിച്ചു മാറ്റാമെന്ന് ഗവേഷണം നടത്തുന്ന ഒരു സമിതിയായി നിങ്ങൾ മാറിക്കഴിഞ്ഞു. പിണറായി സർക്കാരിന്റെ താളത്തിനൊത്ത് തുള്ളി വിശ്വാസികളെ വെല്ലുവിളിച്ച് ഇപ്പോൾ ഈ വെളുപ്പിക്കൽ നാടകവുമായി വരുമ്പോൾ ജനങ്ങൾ നിങ്ങളെ പരിഹസിച്ച് ചിരിക്കുകയാണ്. ഭരണത്തിന്റെ തണലിൽ എന്തും കാണിച്ചു കൂട്ടാമെന്ന് കരുതേണ്ട. സ്വർണ്ണക്കള്ളന്മാരെ സംരക്ഷിക്കുന്ന ഈ ബോർഡിന് അയ്യപ്പന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. ആ കണക്ക് തീർക്കൽ ഈ ബജറ്റിൽ ഒതുങ്ങുന്ന ഒന്നായിരിക്കില്ല. നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തത് വെറും ഒരു ഭരണ പരിഷ്കാരത്തെ കുറിച്ചല്ല, മറിച്ച് ഭക്തരുടെ വിശ്വാസത്തെ വിൽപ്പനയ്ക്ക് വയ്ക്കുന്ന ഒരു വലിയ കച്ചവടത്തെ കുറിച്ചാണ്. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയും അഴിമതിയും ലോകം മുഴുവൻ അറിഞ്ഞ നാണക്കേടായി മാറിയപ്പോൾ അത് കഴുകി വെളുപ്പിക്കാൻ ദേവസ്വം ബോർഡും പിണറായി സർക്കാരും ചേർന്നിറക്കിയ ഈ സുതാര്യത നാടകം ആരെ പറ്റിക്കാനാണ്? മുൻഗാമികൾ ചെയ്ത കൊള്ളരുതായ്മകൾക്ക് മാപ്പ് പറയുന്നതിന് പകരം പുതിയ ബജറ്റും സ്പോൺസർഷിപ്പ് ലിസ്റ്റും നിരത്തി ഭക്തരെ വീണ്ടും വിഡ്ഢികളാക്കാമെന്ന് കരുതുന്നത് അങ്ങേയറ്റം ലജ്ജാകരമാണ്. സത്യത്തിൽ ഇത്രയും കാലം അവിടെ നടന്നത് അൺപ്രൊഫഷണൽ അഴിമതിയായിരുന്നു എന്ന് ഇനി മുതൽ അത് സിസ്റ്റമാറ്റിക്കായി ചെയ്യുമെന്നുമാണോ നിങ്ങൾ ഈ പ്രൊഫഷണലിസം കൊണ്ട് അർത്ഥമാക്കുന്നത്? അധികാരത്തിന്റെ തണലിൽ അയ്യപ്പന്റെ കാണിക്ക പണത്തിൽ കണ്ണുവെച്ച് നടത്തുന്ന ഈ ഓരോ നീക്കവും ഭക്തർ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. ശബരിമലയെ വെറും ഒരു വരുമാന സ്രോതസ്സായി മാത്രം കാണുന്ന ബോർഡും സർക്കാരും ഓർക്കുക, അയ്യപ്പൻ എന്നത് ഒരു വികാരമാണ്, ലക്ഷക്കണക്കിന് ഭക്തരുടെ വിശ്വാസമാണ്. ആ വിശ്വാസത്തെ കച്ചവട ചരക്കാക്കാൻ നോക്കിയാൽ അതിന് വലിയ വില നൽകേണ്ടി വരും. തൂത്തുവാരലിന് അപ്പുറത്തുള്ള ശുചിത്വത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നവർ ആദ്യം സ്വന്തം മനസ്സിനെയും ഭരണത്തിലെയും അഴുക്കുകൾ കഴുകിക്കളയാൻ ശ്രമിക്കണം. സ്വർണ്ണക്കള്ളന്മാരെ സംരക്ഷിച്ചും ഭക്തരെ വെല്ലുവിളിച്ചും നടത്തുന്ന ഈ വെളുപ്പിക്കൽ പരിപാടികൾ കൊണ്ട് ചരിത്രത്തിലെ ആ കറുത്ത പാടുകൾ ഒരിക്കലും മായുകയില്ല. ബജറ്റുകൾ വരും പോകും, സ്പോൺസർഷിപ്പ് ലിസ്റ്റുകൾ ഇനിയും മാറും. പക്ഷേ അയ്യപ്പന്റെ സന്നിധിയിൽ സത്യസന്ധതയില്ലാതെ നടത്തുന്ന ഒരു കള്ളക്കളിയും വിജയിക്കില്ല. പിണറായി ദേവസ്വം ബോർഡും നിങ്ങൾ എത്ര വലിയ മതിൽ കെട്ടി ഈ സത്യങ്ങൾ മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും വിശ്വാസികൾക്കൊപ്പം അയ്യപ്പന്റെ നീതിയും മലയിറങ്ങി വരിക തന്നെ ചെയ്യും. ആ കണക്ക് തീർക്കുന്ന ദിവസം ഈ ബജറ്റിലെ അക്കങ്ങൾക്കൊന്നും നിങ്ങളെ രക്ഷിക്കാനുണ്ടാവില്ല. ഈ നാടകം ഇവിടെയും അവസാനിക്കുന്നില്ല. ഭക്തരുടെ ചോദ്യങ്ങൾ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.